എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് ആക്സെപ്റ്റൻസ് ആണ്. അപ്പൊ നമ്മുടെ ലൈഫ് എടുത്ത് നോക്കിയാല് ഒരാളെ എടുത്ത് നോക്കിയാൽ ഒന്നുമില്ല, നമ്മളെ തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും അല്ലെ, ഒരുപാട് നെറ്റ്വർക്കുകൾ ഉണ്ടാവും. അതായത് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. അതായത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടാവും, അമ്മ മകൾ അല്ലെങ്കിൽ അമ്മ മകൻ റിലേഷൻഷിപ്പ് ഉണ്ടാവും, പിന്നെ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവും, അച്ഛൻ അമ്മ, പിന്നെ കുടുംബക്കാര്, പിന്നെ സഹോദരിമാര് സഹോദരങ്ങള്, അതുപോലെ അയൽവാസികള്, പിന്നെ വർക്ക് സ്പേസിലുള്ള കൊളീഗ്സ്, ഫ്രണ്ട്സ്, കൂട്ടുകാർ, അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലെ. അപ്പൊ ഈ റിലേഷൻഷിപ്പിലൊക്കെ ഒരു വിള്ളൽ വന്നാലോ എന്തെങ്കിലും ഒരു അകൽച്ച വന്നാലോ അങ്ങനെ അല്ലാതാക്കാൻ അല്ലെങ്കിൽ അത് മെന്റപ്പ് ചെയ്യാൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കും അല്ലെ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് അത് പഴയ നിലയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. വി ജസ്റ്റ് ബിക്കം വെരി കെയർഫുൾ ഓൺ ദാറ്റ്. കാരണം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുമായിട്ടുള്ള ഏതൊരു കണക്ഷൻ, ഏതൊരു റിലേഷൻഷിപ്പും, ഏതൊരു ബന്ധവും അത് നിലനിർത്തണമെന്നും അത് നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിലും നമ്മൾ എന്താണ് അവിടെ ഒരു വിള്ളൽ ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകും. ബിക്കോസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് വി ആർ ഗിവിംഗ് ടു ദാറ്റ് റിലേഷൻഷിപ്പ്. പക്ഷെ ഇത് പുറത്തുള്ള നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും കണക്ഷന്റെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. പക്ഷെ നമ്മളോടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മളോടുള്ള കണക്ഷൻ എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളോടുള്ള കണക്ഷന് എവിടെ തെറ്റുന്നു അപ്പൊ നമുക്ക് പുറമേ ഉള്ള കണക്ഷൻസിലും തെറ്റ് വരുന്നത് അല്ലെങ്കിൽ അകൽച്ച വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴാണ് നമുക്ക് നമ്മളോ ആയിട്ടുള്ള കണക്ഷൻ തെറ്റിപ്പോകുന്ന എന്ന് വെച്ചാല് വെൻ എക്സ്ക്യൂസ് മീ. അപ്പൊ നമ്മൾ എപ്പോഴാണ് നമ്മളുമായിട്ടുള്ള കണക്ഷൻസ് തെറ്റിപ്പോവാന്ന് വെച്ചാൽ നമ്മളെ സെൽഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. സെൽഫുമായിട്ട് നമ്മളെ ബന്ധം കീപ്പ് ചെയ്യാൻ, കണക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കുറെ ഒരു 10ഓളം കാര്യങ്ങളുണ്ട്. അതായത് സെൽഫ് ആക്സെപ്റ്റൻസ്, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, ഇതേപോലെ സെൽഫ് ഫോർഗിവ്നെസ്, സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരു 10ഓളം ക്വാളിറ്റീസ് ഉണ്ട്. ഈ 10ഓളം ക്വാളിറ്റീസ് നമ്മൾ 10ൽ 10 മാർക്ക് വാങ്ങി നമ്മൾ കരുതി പോവുകയാണെങ്കിൽ, അത് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ സെൽഫുമായിട്ടുള്ള കണക്ഷന് എപ്പോഴും പ്യുവർ ആയിട്ട് നിൽക്കാൻ പറ്റും, എപ്പോഴും സ്ട്രോങ് ആയിട്ട് വെക്കാൻ പറ്റും, എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമ്മൾ നമ്മളെ സെൽഫുമായിട്ടുള്ള കണക്ഷൻ ഹെൽത്തി ആയിട്ട് വെക്കണം എന്ന് വെച്ചാല്, ബിക്കോസ് നമ്മളെ സെൽഫുമായിട്ടുള്ള കണക്ഷൻ വെച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണും. അത് ഏത് ഏരിയയിലാണെങ്കിൽ കൂടി അവിടെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ്. മേ ബി ഇൻ ദ ഹെൽത്തിലായിരിക്കാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, ചിലപ്പം വെൽത്തിലായിരിക്കാം. അത് എവിടെ വേണമെങ്കിലും വരാം. എവിടെയാണോ നമ്മൾ ഏതെങ്കിലും ഒരു സെൽഫിന് ലാക്ക് ഉണ്ടാവുന്നത്, ആ ലാക്ക് കാരണം നമ്മളെ സെൽഫിന് ഇത് ബാധിക്കും എന്നുള്ളതാണ്. സോ നമ്മളെ സെൽഫിലുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ, നമ്മൾ എപ്പോഴും ഹെൽത്തി ആക്കി വെക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത്. അപ്പൊ അതിലെ ഒരു കാര്യമാണ് ഈ സെൽഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ എത്രത്തോളം നമുക്ക് സ്വീകാര്യമാകുന്നു. നമ്മൾ ബാക്കിയുള്ളവരുടെ സ്വീകാര്യത നമ്മൾ നോക്കൂലേ, മറ്റുള്ളവരുടെ പെരുമാറ്റം നമ്മൾ നോക്കും, മറ്റുള്ളവരുടെ ഫിസിക്കൽ ഫോം നമ്മൾ നോക്കും, അവരുടെ രീതികൾ നോക്കിയിട്ട് നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം കാണുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ എത്രത്തോളം സ്വീകരിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം സ്വീകാര്യമാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ കുറ്റവും കുറവും എന്തുമായിക്കോട്ടെ, നമ്മുടെ പോരായ്മകൾ എന്തും തന്നെ ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് തന്നെയാലും അത് എന്തൊക്കെയാണോ അത് അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ അത് എംബ്രേസ് ചെയ്ത് നമ്മളെ സ്നേഹിക്കുന്ന, അതായത് ഒരു കണ്ടീഷനും ഇല്ലാതെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുകയാണെങ്കിൽ, നമുക്ക് നമ്മളെ സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ, നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ അതിന് പറയും സെൽഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയും. അതായത് നമ്മൾ ശരിയായ രീതിയിൽ നമുക്ക് നമ്മളെ കാണാനും സ്വീകരിക്കാനും പറ്റുകയാണെങ്കിൽ വി സേ ദാറ്റ് അവിടെ സെൽഫ് ആക്സെപ്റ്റൻസ് വളരെ ഹൈ ആണ്. പക്ഷെ മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെൽഫ് ആക്സെപ്റ്റൻസ് വളരെ കുറവായിട്ടുള്ള ആൾക്കാർക്കും. ഈ സെൽഫ് ആക്സെപ്റ്റൻസ് കുറയുമ്പോൾ ഈ ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പല രീതിയിലുള്ള മെന്റൽ ഇൽനെസ് വരും.
ആങ്സൈറ്റീസ് ഉണ്ടാവാം, ഡിപ്രഷൻസ് ഉണ്ടാവാം, പിന്നെ ഓവർ തിങ്കിങ് ഉണ്ടാവാം, കുറേ നെഗറ്റീവ് തോട്ട്സ് നമ്മളെ മനസ്സിലിട്ട് ഇങ്ങനെ കളിച്ച് നമ്മളെ ആക്ച്വലി മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഹാവ് എ വെരി ഗുഡ് സെൽഫ് ആക്സെപ്റ്റൻസ് ഇൻ അവർ സെൽഫ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ സെൽഫ് ആക്സെപ്റ്റൻസ് എന്നതാണ് ഞാൻ ഇനി കൂടുതൽ പറയാൻ. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, സെൽഫ് ആക്സെപ്റ്റൻസ് ഇസ് ഓൾ അബൌട്ട് എംബ്രേസിങ് യുവർ സെൽഫ് ആൻഡ് ലവിങ് യുവർ സെൽഫ്. നമ്മുടെ കുറ്റങ്ങൾ എന്തായിരിക്കട്ടെ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാർക്ക് തെറ്റ് സംഭവിക്കലും മനുഷ്യ സഹജമാണ്. ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും, ഒരുപാട് കഴിവുകേടുകൾ ഉണ്ടാവും. അത് ഏത് രീതിയിലും ആവാം. ഇപ്പൊ പെരുമാറ്റത്തിലാവാം, നമ്മളെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിലാവാം, അങ്ങനെ വെൽത്തിനുണ്ടാവാം, ഹെൽത്ത് പല ബുദ്ധിമുട്ടുകളും, പല ഡിസബിലിറ്റീസ് ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം നമ്മൾ എങ്ങനെയാണോ ഇപ്പൊ നിലനിൽക്കുന്നത്, നമ്മളെ അവസ്ഥ എന്താണോ ഇപ്പൊ, അത് അതേപോലെ നമുക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ, നമ്മളെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് സെൽഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ തടിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ തടിയുള്ള ആൾക്കാർ, അത്യാവശ്യം നല്ല തടിയുള്ള ആൾക്കാർ ഒരു പബ്ലിക്കിലേക്ക് പോകുമ്പോൾ അവരെ പൊതുവിൽ എന്താ സംഭവിക്കുക വെച്ചാൽ അവിടെ കളിയാക്കലുകൾ നേരിടേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരൊന്നിതാവും. അപ്പൊ ഈ തടി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഈ കളിയാക്കൽ നേരിടുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് മീൻസ് വിഷമങ്ങൾ വരാം. എനിക്ക് തടി ഉണ്ടല്ലോ, എന്റെ ഈ തടി കാരണം എനിക്ക് എന്താണ് എല്ലാരും എന്നെ കളിയാക്കുന്നു എന്നുള്ള ചിന്ത അവരിൽ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ശരിക്കും അവർക്ക് ആ തടി ഒരുപക്ഷെ പാരമ്പര്യം കൊണ്ടായിരിക്കും. അവരധികം ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടാവില്ല, അവർ ചിലപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചിലർക്ക് പാരമ്പര്യം വയസ്സ് കിട്ടുമ്പോൾ ഈ തടി അനങ്ങില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ഇത് അങ്ങനെ ആയി അവിടെ സിമന്റ് ചെയ്ത് പോലെ. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ അവരെ ശാരീരിക അവസ്ഥ അങ്ങനെ ആവുകയും എന്നാൽ മറ്റുള്ളവർ അതിനെന്താണ് കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഇൻട്രോവേർട്ട് ആവും. അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തടിയുണ്ട്, പക്ഷെ എന്റെ തടി വന്നത് ഇത് കാരണമാണ്, അത് എന്റെ കുഴപ്പമല്ല എന്ന രീതിയിൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, പൊതു എന്താണ് വേദികളിൽ പോകുന്നതും ഫങ്ഷൻസിൽ പോകുന്നതും അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്നതൊക്കെ അവരൊന്ന് പിൻവലിയും. അല്ലെങ്കിൽ അവർ ഇറങ്ങുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു എന്താ പറയുക ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ബിക്കോസ് ദേ ആർ നോട്ട് ആക്സെപ്റ്റിംഗ് ദംസെൽസ്. അവർക്ക് തടിയുണ്ട്, അവരെ തടി വരാൻ ഇതാണ് കാരണം, അത് അവരുടെ കുഴപ്പമല്ല എന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അവരെ ലൈഫ് സിമ്പിൾ ആണ്. കാരണം ഇത് തടി 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 എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് നടക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കുറെ അതിനെ കുറിച്ചിട്ടുള്ള വേണ്ടാത്ത ചിന്തകൾ വന്ന് നിന്നിട്ട് അവർക്ക് അവരോട് തന്നെ ഒരു ഇഷ്ടക്കേട് വരികയാണ്, അവരോട് തന്നെ ഒരു ഇഷ്ടമില്ലായ്മയും, അതായത് എന്റെ ഭാഗത്ത് കുറെ തെറ്റുകൾ, എനിക്ക് കുറവുകൾ ഉണ്ട് എന്ന ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവരെ തന്നെ നോക്കിക്കാണാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ആൾക്കാർ എന്ത് ചെയ്യുന്നു, ചില ആൾക്കാർ ഈ തടി ഉണ്ട് ആക്സെപ്റ്റ് ചെയ്താലും അതിനൊരു കണ്ടീഷൻ വെക്കും. ഞാൻ തടി ഉണ്ട്, എനിക്ക് തടിയൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അവിടെ ഒരു കണ്ടീഷനും കൂടി വെച്ചിട്ടാണ് പിന്നെ അവരെ കാണാനുള്ളതാണ്. ഇപ്പൊ ചില ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ ഇവര് പറയും ഞാൻ വരാം, കല്യാണത്തിന് പോവാണെങ്കിൽ ഞാൻ കല്യാണത്തിനൊക്കെ വരാം, പക്ഷെ ചോറ് തിന്ന ഉടനെ എന്താ വീട്ടുകാരെയും കണ്ടിട്ട് വേഗം ഇറങ്ങണം, കൂടുതൽ സമയമൊന്നും ഞാൻ അവിടെ നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ അങ്ങോട്ട് വെക്കും. കാരണം എന്താ, ഇവിടെ ഒരു ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തടി ഉണ്ടെന്ന്, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. ഞാൻ ഇന്നവിടേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിനാണ്, അത് കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചു വരും. അപ്പൊ ഇവിടെ ഒരു കണ്ടീഷണൽ ക്ലോസ് വെക്കുന്നത് കൊണ്ട് ദേ ആർ നോട്ട് ആക്സെപ്റ്റിംഗ് ഫുള്ളി. നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അൺകണ്ടീഷണൽ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ പോയി അവിടെ ഇരുന്ന് അവിടെയുള്ള ആൾക്കാരോട് കൂടി ചേർന്ന് സംസാരിച്ച് സന്തോഷം പങ്കിടാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ വെക്കുമ്പോൾ ദേ ആർ റെസ്ട്രിക്റ്റിംഗ് ദംസെൽസ്. അവരെ ലൈഫിന് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നും അവരെ റെസ്ട്രിക്ട് ചെയ്യാണ്, അവരെ റെസ്ട്രിക്ട് ചെയ്യാണ്, അവരെ മിങ്കിൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഈ സൗണ്ടിന് പ്രശ്നമുള്ള ചില ആൾക്കാരുണ്ടാവും അല്ലെ, പാറമേല് കല്ലൊരിച്ചാൽ ഉണ്ടാവുന്ന ശബ്ദമുള്ള ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ത്, എന്റെ സൗണ്ട് പോരാ, ഞാൻ ജനിച്ചപ്പോ മുതലുള്ളതാണല്ലോ, നമ്മൾ സെലക്ട് ചെയ്തതൊന്നും അല്ലല്ലോ, പഠിച്ചോൻ തരുന്നതാണല്ലോ. അപ്പം എന്റെ സൗണ്ട് ഇങ്ങനെയാണ്, ഈ സൗണ്ട് പക്ഷെ എനിക്ക് കേൾക്കാൻ ഇഷ്ടമല്ല, ബട്ട് ഐ ആക്സെപ്റ്റ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഞാൻ എവിടെയെങ്കിലും ഒരു വേദിയിലേക്ക് പോവുകയാണെങ്കിൽ എന്റെ ഈ സൗണ്ട് എന്നെ ആരും സ്റ്റേജിലേക്ക് വിളിച്ച് സംസാരിക്കാൻ പറയരുത് എന്നൊരു കണ്ടീഷൻ അങ്ങോട്ട് വെക്കും.
അപ്പൊ അത് എന്ത് കണ്ടീഷനാണ് ആക്ച്വലി? എന്റെ സൗണ്ട് ഇങ്ങനെയാണെന്ന് അറിയാം, അത് ആക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുന്നത് കൊണ്ട്, അതായത് എന്റെ സൗണ്ട് ബോറാണ്, എന്റെ സൗണ്ടിന് പാറമേൽ കല്ലെറിച്ച പോലെയാണ്, അതുകൊണ്ട് എനിക്ക് പൊതുവേദികളിൽ അല്ലെങ്കിൽ സ്റ്റേജ് മേലോ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കാനോ മടിയുണ്ട് എന്നൊരു ഉള്ളത് കൊണ്ട് അവിടെ ഒരു കണ്ടീഷൻ വെച്ച് നമ്മൾ അതിൽ നിന്ന് പിന്മാറുമ്പോൾ ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ വി ആർ നോട്ട് ആക്സെപ്റ്റിംഗ് അവർ സെൽഫ്. നമ്മൾ എങ്ങനെയാണോ, നമ്മൾ എന്താണോ, നമ്മുടെ കഴിവുകൾ എന്താണോ, നമ്മളുടെ കുറവുകൾ എന്താണോ, അത് എന്തും തന്നെ ആയിക്കോട്ടെ, പക്ഷെ അത് എല്ലാ രീതിയിലും നമ്മൾ സ്വീകരിച്ച് അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി വിത്ത് എൻ അൺകണ്ടീഷണൽ മൂഡ് എന്നുള്ളതാണ്. ഒരു കണ്ടീഷൻ വെച്ച് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ആക്ച്വലി നോട്ട് ആക്സെപ്റ്റൻസ്, അതൊരു സെൽഫ് ആക്സെപ്റ്റൻസ് അല്ല. അത് നമ്മൾ അങ്ങനെയാണ്, പക്ഷെ എനിക്ക് ഇങ്ങനൊക്കെ ഈ ഒരു കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് ഞാനായി നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് എന്താണ്, നമ്മൾ എങ്ങനെയാണോ പഠിച്ചു വിട്ടത് അതിനെതിരെ നമ്മൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് നോട്ട് ദി സെൽഫ് ആക്സെപ്റ്റൻസ്. അതേപോലെ തന്നെ ചിലർ പറയും ഈ അവസ്ഥ, ഈ ഒരു അവസ്ഥ മാറാൻ അവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാവാനും അല്ലെങ്കിൽ ഇതിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാനും അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. എങ്ങനെയാ ഈ ഒരു അവസ്ഥയിൽ നിന്നും, അതായത് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ പോലും അതിൽ അവരിൽ നിന്ന് ആക്ഷൻ എടുക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരെങ്ങനെ സംഭവിക്കും? ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കടം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരാള്, ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഇതിന് ഒരു വഴിയില്ല, ജോലിയില്ല, കൂലിയില്ല, പല ഓപ്ഷൻസും നോക്കി അതൊന്നും നടക്കുന്നില്ല. അപ്പൊ ആക്ച്വലി ഈ പണം ഇയാളെ ലൈഫിൽ നന്നായിട്ട് ബുദ്ധിമുട്ട് വരുത്തുന്നുണ്ട്. ഇയാൾ ആകെ വലഞ്ഞിരിക്കുക, ആരും സഹായിക്കാനില്ല, കടം ചോദിക്കാനില്ല, വല്ലാത്തൊരവസ്ഥ. അപ്പൊ ഇയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നുണ്ട്, ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ശ്രമിച്ചു നോക്കുമ്പോഴും ഇയാൾക്ക് വേണ്ട പോലെ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അയാൾക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പൊ കുറച്ച് ശ്രമിച്ചിട്ട് അയാൾ എന്ത് ചെയ്യും, ഒന്ന് പിന്നോട്ടേക്ക് ബാക്കോട്ടേക്ക് വലിയും. എന്നിട്ട് പറയും എന്ത്, ഓ ഇതെന്റെ വിധിയാണ്, എന്റെ എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാം സംഭവിച്ചത് എന്റെ ഒരു വിധി മൂലമാണ്. എന്നിട്ട് ഈ വിധിന്റെ തലക്ക് ഈ വിധി ഇതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ഊരാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ എന്റെ തലവിധിയാണ്, അതായത് വിധിന്റെ തലക്ക് എന്റെ തലവിധിയാണ് എന്ന് പറഞ്ഞ് ഇത് ഇട്ട് കൊടുത്തിട്ട് അവർ ആ സിറ്റുവേഷനിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. ആക്ച്വലി ഇത് അവർ അടിയറവ് വെക്കാണ്. എനിക്ക് പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പൈസ അത് എങ്ങനെ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെ അബണ്ടൻസിലേക്ക് നീക്കണമെന്ന് അവർ ചിന്തിക്കാതെ ഇത് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ആക്ഷൻസ് ഒക്കെ എടുത്ത്, പക്ഷെ ആക്ഷൻസ് എടുത്ത് കുറച്ച് റിസൾട്ട് കിട്ടാതാകുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പിൻവാങ്ങി ആ ഒരു കാര്യത്തിനോട് അടിയറവ് വെച്ച് പിൻവാങ്ങുന്ന കുറെ ആൾക്കാരുണ്ട്. ദിസ് ഇസ് ആക്ച്വലി സെറ്റിലിംഗ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒളിച്ചോട്ടമാണ്. അതായത് നമുക്കൊരു അവസ്ഥ ഉണ്ട്, നമുക്കൊരു പോരായ്മ ഉണ്ട്, നമുക്കൊരു കുറവുണ്ടോ എന്തുണ്ടായി, അല്ലെങ്കിൽ നമുക്കൊരു കുറ്റമോ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഇങ്ങനൊക്കെ ഉണ്ടായാൽ പോലും ഇതിൽ നിന്ന് നമ്മൾ ഒരു മാറ്റം ആഗ്രഹിക്കാതെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് അടിയറവ് വെച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ അത് നമ്മൾ ഒളിച്ചോട്ടം എന്നാണ് പറയുന്നത്. നമ്മൾ ആ അവസ്ഥയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അത് എന്റെ ഫോൾട്ട് കൊണ്ട് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ അത് എന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ നിന്നും ഒളിച്ചോടാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ അവസ്ഥ മാറ്റിയെടുക്കാം എന്നുള്ളത്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങള്, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഇതിൽ നിന്നാൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ, നമ്മുടെ പോരായ്മകൾ, ഇതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാം എന്നുള്ളത് എന്തിന്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ ആ കാര്യം അത് നമ്മൾ ശരിയായ രീതിയിൽ 101% നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ പലർക്കും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചോളം ഈ ആക്സെപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതൊരു എന്താണ്, ഫോൾട്ട് ആയിട്ടാണ് അവർ കാണുന്നത്, അതൊരു കുറ്റമായിട്ടാണ് കാണുന്നത്. അപ്പൊ എനിക്ക് ഇതിന് കഴിവില്ല എന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് എന്റെ കുറവായിട്ടാണ് കാണുന്നത്, എന്റെ തെറ്റായിട്ടാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒരു തെറ്റുകാരിയായിട്ടോ അല്ലെങ്കിൽ കുറവുകാരിയായിട്ടോ നമ്മൾ കാണുമ്പോൾ ആക്ച്വലി ദാറ്റ് ഇസ് ഡിസംപവറിങ് അല്ലെ. നമ്മൾ നമ്മളെ വല്ലാതെ അങ്ങോട്ട് ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഒരാളുടെ പോരായ്മ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യാന്ന് പറയുന്നത് അത് നല്ല രസമുള്ള പരിപാടിയല്ല അല്ലെ. അപ്പൊ നമ്മളോട് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ എടുക്കാറുണ്ടാകും, നമ്മൾ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടിലേക്കായിരിക്കും നമ്മൾ അങ്ങനെ പോവാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് മേക്കിംഗ് അസ് അൺകംഫർട്ടബിൾ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുറ്റമാണ്, കുറവാണ് എന്ന് ആലോചിക്കുമ്പോൾ ദാറ്റ് ഈസ് ഡിസംപവറിങ് അസ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ കോടതി മുറിയിൽ കയറ്റി ആ പ്രതിക്കൂട്ടിൽ
വെച്ചുകൊണ്ട് നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്നും ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കത് രക്ഷപ്പെടാൻ പറ്റില്ല, നമുക്ക് അതിനൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റില്ല, നമുക്ക് അതിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ളതാണ്. പകരം ഇത് ഇങ്ങനെയൊക്കെയാണ്, ഓക്കെ, എനിക്ക് ഇന്ന പോരായ്മ ഉണ്ട്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ പോരായ്മ മാറ്റാൻ അല്ലെങ്കിൽ ആ കുറവിലെ നികത്താൻ അത് എന്റെ ഉത്തരവാദിത്തമായിട്ട് കരുതി, എന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കരുതിയിട്ട് ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്യാം, അതിനെതിരായിട്ടല്ല, അതിന് വേണ്ടി ഞാൻ അത് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു കംപ്ലീറ്റ്ലി ചേഞ്ച് യുവർ ലൈഫ് എന്നുള്ളതാണ്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഫിസിക്സ് ഇഷ്ടമല്ലാത്തൊരു കുട്ടി, ഓക്കെ, ഫിസിക്സ് ഇഷ്ടമല്ല, കാരണം എന്താ വെച്ചാൽ അവന് എന്തെങ്കിലും എന്താണ്, ഒന്നെങ്കിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഇഷ്ടം ഉണ്ടാവില്ല, എന്തെങ്കിലും കാരണമായിക്കോട്ടെ. എന്തായാലും ആ കുട്ടിക്ക് ഫിസിക്സ് ഇഷ്ടമല്ല. ഫിസിക്സ് എക്സാം നടക്കുമ്പോൾ ആ കുട്ടിക്ക് മാർക്ക് വളരെ കുറവാണ്. അപ്പൊ ഈ മാർക്ക് ഷീറ്റും കൊണ്ടിട്ട് വീട്ടിലെത്തുമ്പോൾ വീട്ടുകാർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിനക്ക് ഫിസിക്സിലെ മാർക്ക് കുറവ് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് ഫിസിക്സിലെ മാർക്ക് കുറവ് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടീന്റെ നേർക്കാണ് എന്ത് വരുന്നത്, കുട്ടീനെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരാൾക്കും പൊതുവെ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ കുട്ടി എനിക്ക് മാർക്ക് കുറവാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതെന്റെ കുറവാണ്, അതെന്റെ പോരായ്മയാണ് എനിക്ക് മാർക്ക് കിട്ടാത്തത് എന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഫിസിക്സ് പഠിച്ചിട്ട് തലേ കയറുന്നില്ല, ടീച്ചർ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്ന കുറെ ന്യായങ്ങൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവാവാൻ നോക്കും. ഇങ്ങനെ ഒഴിവാകുമ്പോൾ ആക്ച്വലി എന്താണ്, എന്റെ കുറ്റമായിട്ട് അത് കണ്ടിട്ട്, അല്ലെങ്കിൽ അത് എന്റെ കുറവായിട്ട് കണ്ടിട്ടാണ് ആക്ച്വലി അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കുന്നത്, അല്ലാണ്ട് ഫിസിക്സിനെ ചേർത്ത് പിടിക്കാൻ അവിടെ ശ്രമിക്കുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു പ്രശ്നം, അതായത് എനിക്ക് ഫിസിക്സ് ബുദ്ധിമുട്ടാണ്, അപ്പൊ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് 2 ആവർത്തി അല്ലെങ്കിൽ 3 ആവർത്തി അല്ലെങ്കിൽ 4 ആവർത്തി വായിച്ചാൽ മാത്രമേ എന്റെ മനസ്സിലേക്ക് ഫിസിക്സ് കയറുള്ളൂ. എനിക്ക് ചിലപ്പോൾ എഴുതി പഠിക്കേണ്ടി വരും, എനിക്ക് കൂടുതൽ സമയം അതിനു വേണ്ടി മറ്റുള്ള സബ്ജക്റ്റിനെക്കാട്ടും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെക്കാട്ടിലും ഫിസിക്സ് പഠിക്കാൻ എനിക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. അത് ഒരു കുറവല്ല, ഞാൻ അങ്ങനെയാണ്, എന്നെ അങ്ങനെയാണ്, എന്റെ ബുദ്ധി അങ്ങനെയാണ്, അത് നമ്മൾ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. വാട്ട് ഈസ് അസ് എന്നുള്ളത്, നമ്മൾ എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ്, വാട്ട് ഈസ് അവർ കേപ്പബിലിറ്റി ഇൻ ലേണിംഗ് എന്നുള്ളത് നമ്മൾ അത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ഫിസിക്സിനെ ഒഴിവാക്കുന്നതിന് പകരം ആ ഫിസിക്സിനെ നമ്മളെ കൂടെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അതിനെ പരിപൂർണമായിട്ട് അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ പരിപൂർണമായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫിസിക്സിനെ ശ്രമിക്കേണ്ടത്? ഒന്ന്, നമുക്ക് കമ്പൈൻ സ്റ്റഡി നടത്താം. എനിക്ക് അറിയാത്ത കാര്യം മറ്റുള്ളവരോട് ചോദിച്ച് പഠിക്കുകയാണെങ്കിൽ അത് എന്നെ ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് ട്യൂഷന് പോവാം. അതല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഫിസിക്സ് പെട്ടെന്നൊന്നും തലയിൽ കയറൂല, എനിക്ക് എന്ത് ചെയ്യണം, കുറേ തവണ വായിക്കണം, ചിലപ്പോൾ എനിക്ക് 2 ദിവസം 3 ദിവസം എടുത്ത് പഠിച്ചാലേ എനിക്കൊരു കൺസെപ്റ്റ് ക്ലിയർ ആവുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു തിയറി ക്ലിയർ ആവുള്ളൂ, എനിക്കൊരു പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് എന്റെ ബൾബ് കത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സമയം ആ ഫിസിക്സിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം കൊടുക്കുകയാണെങ്കിൽ ഫൈനലി ദ റിസൾട്ട് വിൽ കം എന്നുള്ളതാണ്. അപ്പൊ അടുത്ത എക്സാം ആകുമ്പോഴത്തേനും നമുക്ക് ആദ്യം 20 മാർക്കാണ് കിട്ടിയിരുന്നെങ്കിൽ അത് നമുക്ക് ഒരു പക്ഷെ 30ലേക്ക് നമുക്ക് ഉയർത്താൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു 20ൽ നിന്ന് 30ലേക്ക് നമ്മളെ മാർക്ക് ഷീറ്റ് ഉയരുമ്പോൾ ആക്ച്വലി നമുക്ക് ഒരു സെൻസ് ഓഫ് ഒരു ഹാപ്പിനെസ് വരും, ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഇങ്ങോട്ട് വരും. കാരണം എന്താണ്, 10 മാർക്കാണ് കൂടിയത്, എങ്ങനെയാ കൂടിയത്, ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ട് എന്റെ കുറവ് എന്താണോ, എന്റെ പോരായ്മ എന്താണോ, എന്റെ ഡിസബിലിറ്റി എന്താണോ, ആ ഡിസബിലിറ്റിനെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഞാൻ അതിനെ കൂടെ കൂട്ടി അതിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് അതിൽ പുരോഗമനം ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ ഇവിടെ ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നതിന് പകരം, എന്റെ പോരായ്മകളെ, എന്റെ കുറവുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നതിന് പകരം, അത് കുറവായിട്ട് കാണുന്നതിന് പകരം, എന്നെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം ഞാൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഞാൻ അതിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കുകയാണ്. ഓക്കെ, എനിക്കിതുണ്ട്, അപ്പൊ എനിക്കിതിൽ നിന്നും ഇതിന് മാറ്റം വേണം, എനിക്ക് നല്ല മാർക്ക് വാങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് ഞാൻ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അതിനെ കൈകാര്യം ചെയ്തപ്പോൾ ഐ ഗോട്ട് റിസൾട്ട്. അപ്പം അവിടെ എന്താണ്, അവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ് നടന്നത്. അപ്പൊ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്ട് ഉണ്ടാവും, നമ്മളോട് തന്നെ ഒരു സെൽഫ് ലവ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മളെ കുറവുകള്, നമ്മളെ പോരായ്മകള്, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നമ്മൾ എന്താണോ
ഞാനായി നിന്നുകൊണ്ട് അതെന്തുമാവട്ടെ അത് ആക്സെപ്റ്റ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കുക, നമുക്ക് സെൽഫ് ലവിലേക്ക് മാറാനുള്ളത്. അതായത് സെൽഫ് ആക്സെപ്റ്റൻസ് വിൽ ലീഡ്സ് ടു സെൽഫ് ലവ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ നമ്മളോട് നമുക്ക് നമ്മളോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങും, ഭയങ്കര സ്നേഹമായിരിക്കും നമ്മളോട്, ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എന്താണ്, നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ നേടിയെടുത്ത ഒരു വിജയമാണ്. അപ്പൊ അത് അവിടെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്കാണ്, നമ്മളാണ് അവിടെ വിജയി. അല്ലെ? അപ്പൊ നമുക്ക് നമ്മളോട് വല്ലാത്തൊരു സന്തോഷം തോന്നും, വല്ലാത്തൊരു സ്നേഹം തോന്നും. ദാറ്റ് ഈസ് കോൾഡ് ദി സെൽഫ് ലവ് എന്നുള്ളതാണ്. അപ്പം വെൻ സെൽഫ് ആക്സെപ്റ്റൻസ് ഇസ് കംപ്ലീറ്റ്, സെൽഫ് ആക്സെപ്റ്റൻസ് പൂർണ്ണമാവുകയാണെങ്കിൽ അത് സെൽഫ് ലവിലേക്ക് എത്തിച്ചേരുന്നുള്ളതാണ്. അപ്പൊ ഒരാൾക്ക് സെൽഫ് ആക്സെപ്റ്റൻസ് കൂടുമ്പോൾ അത് ഇറ്റ് വിൽ റീച്ച് ടു സെൽഫ് ലവ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇപ്പൊ സെൽഫ് ലവ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവരെ തന്നെ വെറുക്കാൻ തുടങ്ങും. കാരണം അവരെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരെ തന്നെ ഇങ്ങനെ എന്താ പറയാ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരെ പോരായ്മകൾ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്നർ വോയിസ്, നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ വോയിസ് അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതത്ര സുഖമുള്ള, നേരത്തെ പറഞ്ഞ പോലെ അതത്ര സുഖമുള്ള പരിപാടിയല്ല. ഒരാൾ നമ്മളെങ്ങനെ പുറത്തു നിന്ന് ഒരാൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യാം, നമുക്ക് എത്ര ഒരു ബാഡ് മൊമെന്റ് ആയിരിക്കില്ലേ അത്. നമ്മൾ ഒരാൾ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ അവിടെ ഇരിക്കോ ഇല്ല, നമ്മൾ അവിടുന്ന് എണീറ്റ് പോവല്ലോ. ഇയാൾ എന്തിനാ ഇപ്പൊ എന്നെ കുറ്റം പറയുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനെ സമ്മതിക്കില്ല. എണീറ്റ് പോകാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് എണീറ്റ് ഓടും. പക്ഷെ നമ്മളെ ഉള്ളിലുള്ള ഒരാള് നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ എങ്ങോട്ടാണ് ഓടാൻ പോകുന്നത്, നമുക്ക് എവിടെ ഓടാൻ പറ്റുക. ആക്ച്വലി നമ്മളെ തന്നെ ഹാർഡാക്കി വെക്കാണ്, നമ്മൾ നമ്മളോട് ഹാർഡായിട്ടാണ് പെരുമാറുന്നത്. നമ്മൾ കുറച്ചൊരു അനുകമ്പ നമ്മളോട് കാണിക്കണം. വി ഷുഡ് ബി കൈൻഡ് ടു അവർ സെൽഫ്. ഓക്കെ, നമ്മൾ നമ്മളോട് കരുണ കാണിക്കണം. നമ്മൾ നമ്മളോടല്ലാതെ വേറെ ആരോട് കരുണ കാണിച്ചിട്ട് അതിൽ കാര്യമില്ല എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യന്മാരാണ്, തെറ്റുകൾ സമയത്ത് നമുക്ക് കുറവുകൾ ഉണ്ടാവും. മനുഷ്യന്മാരാരും പെർഫെക്റ്റ് ആയിട്ടല്ല ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണിട്ടുള്ളത്. അവിടെ കുറവുകൾ ഉണ്ടാവും എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. എന്താണോ നമ്മളെ കുറവുകൾ, എന്താണോ നമ്മുടെ പോരായ്മകൾ, അത് നമ്മളോടല്ല, നമ്മൾ നമ്മളോട് സഹിച്ച് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ അതിന് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിന് എംബ്രേസ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ആരാ അത് ചെയ്യാ, നമ്മളല്ലേ അത് ചെയ്യേണ്ടത്. വി ആർ ദി പ്രയോറിറ്റി, നമ്മളാണ് പ്രയോറിറ്റി. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് ഫസ്റ്റ് പ്ലേസ് കൊടുക്കണം. നമ്മൾ നമുക്ക് കൊടുത്തില്ലെങ്കിൽ വേറെ ആരും അത് നമുക്ക് തരൂല. അപ്പൊ എപ്പോഴും നമ്മളോട് കൈൻഡ് ആക്കി വെക്കണം. നമ്മളോട് എന്താണ് ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മളെ ഫ്രണ്ടൊക്കെ, കാരണം ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും. അവരെന്ത് പറഞ്ഞോ അതിനു വേണ്ടി നമ്മൾ മരിക്കും. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി കൊണ്ട് നടക്കണം. എന്നിട്ട് നമുക്ക് എന്താണോ പരിപോഷിപ്പിക്കാനുള്ളത്, നമുക്ക് എവിടെയാണോ നർച്ചർ ചെയ്യാനുള്ളത്, ആ ഭാഗത്ത് നമ്മൾ നന്നായിട്ട് നമ്മളെ എങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളെ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് എല്ലാം വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. കാരണം നമ്മളെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളെ വളർത്തുക എന്നുള്ളത്. നമ്മളെ ഗ്രോത്ത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതേപോലെ നമ്മളെ പൊട്ടൻഷ്യലും നമ്മളെ ടാലൻസും എല്ലാം വളർത്തേണ്ടത് നമ്മളെ റെസ്പോൺസിബിലിറ്റി. നോ വൺ വിൽ എവർ കം ടു അസ്. ഇത് നീ ചെയ്തോ, അത് നന്നായിക്കോ, ഇത് എപ്പോഴും ഒരാൾ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരില്ല. ഇറ്റ് ഈസ് നമ്മളാണ് ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതാണ് പ്രൈമറി അണ്ടർസ്റ്റാൻഡിങ്. ഇത് നമ്മളോടുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വി ആർ ലൂസിങ് ദി കണക്ഷൻ വിത്ത് അവർ സെൽഫ്. നമ്മളെ ഉള്ളിൽ ഒരു സെൽഫ് ഉണ്ട്, ആ സെൽഫുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ അവിടെ കട്ട് ചെയ്യാണ്. ആ കോഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ കോഡ് കട്ട് ചെയ്താൽ പിന്നെ ഒരിക്കലും ഈ കണക്ഷൻ നല്ല രീതിയിലായിരിക്കില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ചൈൽഡ് നമ്മളോട് തെറ്റും. ഓക്കെ, നമുക്ക് എപ്പോഴും എന്താണ് നെഗറ്റീവ് ഫീലിങ്സ് ആയിരിക്കും, നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും ഇങ്ങനെ വരും. അപ്പൊ ഇത് നമ്മളെ പോരായ്മകളും നമ്മളെ തെറ്റുകളൊക്കെ ആലോചിച്ച് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും, നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ആലോചിച്ച് ആങ്സൈറ്റി ഉണ്ടാവും. ബിക്കോസ് വി ആർ നോട്ട് ലവിങ് അവർ സെൽഫ്, നമ്മളെ സ്നേഹിക്കുന്നില്ല. അപ്പൊ ഇത്തരം വികാരങ്ങളും ഇത്തരം വിചാരങ്ങളും നമ്മളെങ്ങനെ വല്ലാണ്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പൊ ഈ വേട്ടയാടൽ, ഈ ഓവർ തിങ്കിങ്, ഈ ഡിപ്രഷൻ, ഇങ്ങനത്തെ നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും വൺസ് ഇഫ് വി ആക്സെപ്റ്റ് അവർ സെൽഫ് ആസ് വി ആർ. നമ്മൾ എന്താണോ, നമ്മൾ എങ്ങനെയാണോ, അത് നമ്മളെ രൂപമായിരിക്കട്ടെ, നമ്മളെ പോരായ്മകളായിക്കോട്ടെ, നമ്മളെ കുറവുകളായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ അതേപോലെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ് ആൻഡ് എ മാജിക്കൽ ട്രാൻസ്ഫോർമേഷൻ. കാരണം നമ്മളിലെ സെൽഫ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മളൊരു മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ലൈഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് ആക്സെപ്റ്റ് യുവർ സെൽഫ്.
ആക്സെപ്റ്റ് യുവർ സെൽഫ്, അത് തന്നെ ചെയ്യാനുള്ളൂ. കാരണം നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ആക്ച്വലി വി ആർ നമ്മൾ ഒളിച്ചോടാണ് ചെയ്യുന്നത്, നമ്മൾ നമ്മളോട് യുദ്ധം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ യുദ്ധം ഒഴിവാക്കി എപ്പൊ നമ്മൾ നമ്മളെ കൂട്ടുകാരനാക്കി വെക്കുന്നതോ there അവർ ലൈഫ് ഫ്ലറിഷസ് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതായത് സെൽഫ് ആക്സെപ്റ്റൻസ് ഒക്കെ നമ്മളെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ നമുക്ക് ഒരുപാട് ടൂൾസുകൾ ഉപയോഗിക്കാം. അതിലൊന്നാണ് മെഡിറ്റേഷന്, അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളൊരു സെൽഫിൽ ഒരു വല്ലാത്തൊരു സ്നേഹം വന്ന് നിറയും. അതേപോലെ തന്നെ ഫോർഗിവ്നെസ്സും അതേപോലെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് വേറുള്ളവർക്കുള്ള ഫോർഗിവ്നെസ് അല്ല പറയുന്നത്, സെൽഫിനുള്ള ഫോർഗിവ്നെസ്. നമ്മളിപ്പോ ഒരുപാട് നമ്മളെ ഇകഴ്ത്തി കണ്ടിട്ടുണ്ടാവും, നമ്മളെ പോരായ്മകൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും, മറ്റുള്ളവർ പറഞ്ഞത് നമ്മൾ 100 ആവർത്തി നമ്മൾ ചിന്തിച്ച് അതൊരു വലിയ സംഭവമാക്കി വെക്കുന്നത്. അപ്പൊ ഇവിടൊക്കെ നമുക്ക് സെൽഫ് ഫോർഗിവ്നെസ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ സെൽഫ് ഫോർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നത് നിർത്താം. പക്ക അത് നിർത്തിക്കളയാം. കാരണം ഈച്ച് ആൻഡ് എവ്രി ഹ്യൂമൺ ഈസ് ഡിഫറെന്റ്. എല്ലാവരും യുണീക്കാണ്, ആരും സെയിം അല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. വ്യത്യസ്തന്മാരുടെ ലോകമാണ് ഇവിടെ, അല്ലെ? എല്ലാവരും ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരിക്കലും നമ്മളെ ഒരു കാര്യത്തിനെ വേറൊരാളുടെ കാര്യത്തിനായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത്, നമുക്ക് വേണമെങ്കിൽ റെഫറൻസ് എടുക്കാം എന്തിന്, നമുക്ക് വളരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ അത് കമ്പയർ ചെയ്യരുത് എന്നുള്ളത്. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ നമ്മളെ ഇല്ലാതാക്കാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കിൽ ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ കിൽ ജോയ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒരിക്കലും നമ്മൾ വേറുള്ളവരെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകരുത്. നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു നമ്മൾ താന്നിട്ടാണ് നിൽക്കുന്നെങ്കിൽ ആ ഭാഗം വർക്ക് ചെയ്തത് നമ്മൾ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കാന്നല്ലാതെ അത് എനിക്കത് പറ്റുന്നില്ലല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇത്രല്ലേ ഉള്ളൂ, എനിക്ക് അത്ര കഴിവില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ നമ്മളെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരം ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെൽഫ് ആക്സെപ്റ്റൻസ് നമ്മളെ ഉള്ളിലേക്ക് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മളെ ഉള്ളിൽ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എന്ന ഒരു ഇമേജ് ഉണ്ടാവും, അത് വല്ലാതെ അങ്ങോട്ട് ബ്ലൂം ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം നമ്മൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ്, അവിടുന്നാണ് ധൈര്യം തുടങ്ങുന്നത്. ആ ധൈര്യത്തിൽ നിന്നാണ് പിന്നെ നമുക്ക് മുന്നോട്ടേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കാലെടുത്ത് വെക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ, ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാത്തിന്റെയും കീ ടു സക്സസ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന, ഒരു മിറാക്കിൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ദേ ഷുഡ് ആക്സെപ്റ്റ് ദംസെൽഫ് അൺകണ്ടീഷണലി. ഒരു കണ്ടീഷനും ഇല്ലാതെ അവരെന്താണോ എന്നുള്ളത് അവരങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കണം. അതിനെതിരായിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സ് വേണ്ട, ഇനി ഞാൻ ഫിസിക്സ് പഠിക്കൂല, എനിക്ക് മടിച്ചത് മതി എന്ന് പറഞ്ഞ് അതിനെ വിട്ടുപോവാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ, അങ്ങനെ ആക്ഷൻ എടുത്തു വരികയാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് എ മിറാക്കിൾ ഇൻ യുവർ, മിറാക്കുലസ്ലി നിങ്ങളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുള്ളതാണ്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് സെൽഫ് ആക്സെപ്റ്റൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ സെൽഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഫസ്റ്റ് പറഞ്ഞ പോലെ 10ൽ 10 വാങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ആ ഒരു മോഡിലായിരിക്കും നമ്മൾ പോവാന്നുള്ളതാണ്. സോ ഈ ഒരു കണക്ഷൻസ്, നമ്മളുമായിട്ടുള്ള കണക്ഷൻസ് എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ മാത്രമേ നമ്മളെ പുറമേ ഉള്ള ലൈഫും ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുള്ളൂ. അകമേ ഉള്ള ലൈഫ് ബ്യൂട്ടിഫുൾ ആവുമ്പോഴാണ് പുറമേ ഉള്ള ലൈഫും ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുള്ളൂ. സോ എപ്പോഴും നമ്മളെ സെൽഫ് കണക്ഷൻസ് എപ്പോഴും എന്ത് ചെയ്യണം, എപ്പോഴും നമ്മളിങ്ങനെ റീകണക്ട് ചെയ്ത് ആ ഒരു ബന്ധം എന്ത് ചെയ്യണം, ഹെൽത്തി ആക്കി വെക്കാനും സ്ട്രോങ് ആക്കി വെക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ ആവാം കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഈ സെഷനിൽ വന്നിട്ട് ഇവിടെ ഇരുന്നതിന്, എന്നെ കേട്ടതിനും എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഓൾ.